Hello everyone, welcome to G-Pod Plus to Humanities. It's me, Nafi. എല്ലാവർക്കും മക്കളെ G-Pod Plus to Humanities ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസിന്റെ ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്ററിൽ നിന്നും എത്രയൊക്കെ മാർക്കിനാണ് ചോദിക്കാൻ ചാൻസ് ക്രിസ്മസ് എക്സാമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കേരളത്തിലെ മുഴുവൻ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുക. കാരണം ക്രിസ്മസ് എക്സാമിന് ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്ററിലും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക നമുക്ക് നോക്കാം. അതിനുവേണ്ടി നിങ്ങളൊരു 3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾ ഹ്യൂമാനിറ്റീസിൽ എത്ര ചാപ്റ്റേഴ്സ് ഓരോ വിഷയത്തിലും പഠിച്ചു കഴിഞ്ഞു, ഈ പഠിച്ച വിഷയങ്ങളിൽ ഏത് ചാപ്റ്ററാണ് ടഫ്, ഏത് ചാപ്റ്ററാണ് ഈസി എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ഏറ്റവും ടഫായുള്ള വിഷയം, ഏറ്റവും ഈസി ആയുള്ള വിഷയം കൂടി ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ നമ്മുടെ ക്രിസ്മസ് എക്സാമായിട്ട് ബന്ധപ്പെട്ട ഡെയിലി പ്ലാനിങ് നോട്ടുകൾ ലൈവ് ലിങ്ക് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ക്രിസ്മസ് എക്സാമിൻ്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ നമ്മൾ എക്കണോമിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക്സിൽ ഏകദേശം 3 ചാപ്റ്റേഴ്സും മൈക്രോ എക്കണോമിക്സിൽ 5 ചാപ്റ്റേഴ്സും മാക്രോ എക്കണോമിക്സിൽ 4 ചാപ്റ്റേഴ്സുമാണ് നിങ്ങൾക്ക് എന്തിനുണ്ടാവുക, ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവും. അതിൽ മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റത്തെ 3 ചാപ്റ്റർ ശരിക്കും എന്താണ്, ഓണം എക്സാം പോർഷൻസ് ആണ്. എന്താണ് ഓണം എക്സാം പോർഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ക്രിസ്മസ് എക്സാം പോർഷനിൽ മൈക്രോ എക്കണോമിക്സിലെ 4ാമത്തെ ചാപ്റ്ററിന് ഒരു 10 മാർക്ക് വരെ ചോദിക്കാം. മൈക്രോ എക്കണോമിക്സിലെ 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 6 മുതൽ 8 മാർക്ക് വരെ ചോദിക്കാം. അതേപോലെ തന്നെ മാക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 3 മുതൽ 5 മാർക്ക് വരെ ചോദിക്കാം. മാക്രോ എക്കണോമിക്സ് 2ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 12 മുതൽ 14 മാർക്ക് വരെ ചോദിക്കാം. മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന മാക്രോ എക്കണോമിക്സിലെ 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 6 മുതൽ 8 മാർക്ക് വരെ ചോദിക്കാം. ഇൻകം ആൻഡ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന മാക്രോ എക്കണോമിക്സിലെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 7 മുതൽ 9 മാർക്ക് വരെ ചോദിക്കാം. ഓണം എക്സാം പോർഷൻസ് ഒരു 20 മുതൽ 30% വരെ മാർക്ക്, അതായത് ഒരു 18 മുതൽ 24 മാർക്കിന് വരെയുള്ള ചോദ്യങ്ങൾ എവിടെ നിന്നും ചോദിക്കാം, ഓണം എക്സാം പോർഷൻസും ചോദിക്കാം. ഇനി നമ്മൾ ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ ഹിസ്റ്ററിയിൽ മൊത്തം നിങ്ങൾക്കുള്ളത് മഹാത്മാഗാന്ധി ആൻഡ് ദി നാഷണൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അതിൽ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വിജയനഗരയുടെ ചാപ്റ്ററിൽ നിന്ന് 4 മുതൽ 6 മാർക്ക് വരെ ചോദിക്കാം. 8ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 4 മുതൽ 6 മാർക്ക് വരെ ചോദിക്കാം. 9ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 8 മുതൽ 10 മാർക്ക് വരെ എന്ത് ചെയ്യാൻ ചോദിക്കാം. 10ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 4 മുതൽ 6 മാർക്ക് വരെ ചോദിക്കാം. അതേപോലെ 11ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 8 മുതൽ 10 മാർക്ക് വരെ ചോദിക്കാം. 12ാമത്തെ ചാപ്റ്ററിൽ നിന്നും 8 മുതൽ 10 മാർക്ക് വരെ ചോദിക്കാം. അതേപോലെ തന്നെ 24 മാർക്കിന് വരെ നിങ്ങൾക്ക് എവിടെ നിന്നും ചോദിക്കാം, ഓണം എക്സാം പോർഷൻസ് ഒന്നും എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇത് തന്നെ ചിലപ്പം ഈ 7ാമത്തെ ചാപ്റ്ററിൽ 6 മുതൽ 8 മാർക്ക് വരെ കൂടി എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. ഇനി നമ്മൾ പൊളിറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ പൊളിറ്റിക്സ് 2 ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിൽ 1ാമത്തെ ചാപ്റ്റർ മുതൽ 7ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് എവിടെ നിന്നുള്ളതാണ്, ഫസ്റ്റ് ടേമിലുള്ളതാണ്. അല്ലെ, ശ്രദ്ധിക്കണം. 1ാമത്തെ ചാപ്റ്റർ മുതൽ, അതായത് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ ആൻഡ് സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ ചാപ്റ്റർ മുതൽ 7ാമത്തെ ചാപ്റ്റർ വരെ നിങ്ങൾക്ക് എന്തിനുള്ളതാണ്, നിങ്ങളുടെ ഓണം എക്സാമിനുള്ളതാണ്. അതിൽ നിന്ന് ഏകദേശം 24 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്തോ, പ്രതീക്ഷിച്ചോ. ഇനി സെക്കൻഡ് ടേമിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് 8ാമത്തെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക്, അതായത് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന റീജൻ ആസ്പിരേഷൻ എന്ന പാഠത്തിൽ നിന്ന് 5 മുതൽ 9 മാർക്ക് വരെ ചോദിക്കാം. റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് 4 മുതൽ 8 മാർക്ക് വരെ എന്ത് ചെയ്യാം, ചോദിക്കാം. ഇനി സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കാണ് കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ്. അല്ലെ, അതിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ, എറ ഓഫ് കോൾഡ് വാറിൽ നിന്ന് 3 മുതൽ 6 മാർക്ക് വരെ ചോദിക്കാം. എൻഡ് ഓഫ് ബൈപോളാരിറ്റിയിൽ നിന്ന് 5 മുതൽ 8 മാർക്ക് വരെ ചോദിക്കാം. ദ US ഹെജിമോണിയിൽ നിന്ന് 4 മുതൽ 8 മാർക്ക് വരെ ചോദിക്കാം. കണ്ടംപററി സെന്റേഴ്സ് ഓഫ് പവറിൽ നിന്ന് 6 മുതൽ 10 മാർക്ക് വരെ ചോദിക്കാം. കണ്ടംപററി സൗത്ത് ഏഷ്യയിൽ നിന്ന് 4 മുതൽ 8 മാർക്ക് വരെ ചോദിക്കാം. ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ നിന്ന് 5 മുതൽ 10 മാർക്ക് വരെ ചോദ്യങ്ങളും എന്ത് ചെയ്യാം, വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ നേരെ എങ്ങോട്ടേക്ക് പോവാണ്, സോഷ്യോളജിയിലേക്ക് പോവുകയാണെങ്കിൽ സോഷ്യോളജിയിൽ ശ്രദ്ധിക്കുക. അതായത് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റത്തെ 4 പാഠങ്ങൾ എന്തായിരുന്നു, നിങ്ങളുടെ ക്വാർട്ടർലി പോർഷൻസ് അഥവാ ഓണം എക്സാമിന്റെ പോർഷൻസ് ആയിരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 6ാമത്തെ പാഠം എന്ന് പറയുന്നത് ചാലഞ്ചസ് ഓഫ് കൾച്ചർ ഡൈവേഴ്സിറ്റി. അതിൽ നിന്ന് 7 മുതൽ 10 മാർക്ക് വരെ ചോദിക്കാം. ഈ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് ആണ് എന്ത്, സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ്. അതിലെ സ്ട്രക്ചറൽ ചേഞ്ച് എന്നുള്ള പാഠത്തിൽ നിന്ന് 5 മുതൽ 10 മാർക്ക് വരെ ചോദിക്കാം. കൾച്ചറൽ ചേഞ്ച് എന്നുള്ള പാഠത്തിൽ നിന്ന് 5 മുതൽ 10 മാർക്ക് വരെ ചോദിക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ എന്ന പാഠത്തിൽ നിന്ന് 6 മുതൽ 12 മാർക്ക് ചോദിക്കാം. ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ റൂറൽ സൊസൈറ്റി ചാപ്റ്ററിൽ നിന്ന് 5 മുതൽ 10 മാർക്ക് ചോദിക്കാം. ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്നുള്ള പാഠത്തിൽ നിന്ന് 6 മുതൽ 10 മാർക്ക് വരെയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ചോദിക്കാം. ഇനി നമ്മൾ ജോഗ്രഫിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജോഗ്രഫിയുടെ വെയിറ്റേജ് നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത്രയും മാർക്കിനാണ് ജോഗ്രഫിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാനുള്ള ചാൻസ് ഉള്ളത്. ഈ ഒരു പോർഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതേ മാർക്കിന് സ്റ്റാറ്റിയുടെ വെയിറ്റേജ് നിലവിൽ വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റാറ്റിയിൽ എത്ര മാർക്കിനാണ് ചോദിക്കാൻ അറിയില്ല. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, ഹ്യൂമാനിറ്റീസിൽ +2 എന്ത് ചെയ്യുക, ഓരോ വിഷയത്തിൽ നിന്ന് ചോദിക്കുക. അപ്പോൾ ഓരോ ചാപ്റ്ററും അതിന്
ഇമ്പോർട്ടൻസ് എടുത്ത് പഠിക്കുക. പിന്നെ തുടക്കം മുതലേയുള്ള പാഠങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. കാരണം ഓണം എക്സാം പോർഷൻസ് 24 മാർക്കുള്ള ക്വസ്റ്റൻസ് നിങ്ങൾ എന്ത് ചെയ്തോ, പ്രതീക്ഷിച്ചിട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചാനലിലൂടെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ക്രിസ്മസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ക്രിസ്മസ് എക്സാമിൻ്റെ +2 സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിലാണ്. ഈ സ്റ്റഡി ഗ്രൂപ്പിൽ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ഇതിൻ്റെ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ എജുപോയിന്റ് പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്തോ. കമൻറ്റ് ബോക്സ് നമ്മൾ ഗൂഗിൾ ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എജുപോയിന്റ് പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ nafi.ejupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ചോ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സെറ്റാക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മാക്സിമം മനസ്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യാം. ബൈ.